ജിമ്മിൽ വരുന്ന ബിഗിനേഴ്സിന് പലർക്കുമായിട്ട് പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ്. അവർ തുടക്കത്തിൽ തന്നെ ട്രെയിനേഴ്സിൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് വന്നിട്ട് 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് ആകുമ്പോൾ തന്നെ പറയും, ഞങ്ങൾക്ക് ഇന്ന് പുഷ്, പുള്ള്, ലെഗ് ആ രീതിയിൽ വർക്കൗട്ട് മതി, അല്ലെങ്കിൽ ഒരു ദിവസം 2 വർക്കൗട്ട് വെച്ചിട്ട് മതി. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ബിഗിനേഴ്സ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വന്നാൽ ആദ്യം പഠിക്കേണ്ടത് ഒന്നാമത് പേഷ്യൻ്റാണ്, ക്ഷമ വേണം. നല്ല ഈ മസിൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ നല്ലൊരു ബോഡി സെറ്റ് ആകുന്നില്ലെങ്കിൽ നല്ല ടൈം എടുക്കും. അതായത് നോർമലി അത്യാവശ്യം അതായത് നമ്മൾ നാച്ചുറലായിട്ട് കൊണ്ടുപോകണമെങ്കിൽ, അതായത് ഫുഡിൽ നിന്ന് കിട്ടുന്ന വിറ്റാമിൻസ്, പ്രോട്ടീൻസ്, എസെൻഷ്യൽ അമിനോ ആസിഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം എടുത്തിട്ട് നമ്മൾ ബോഡി ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ മിനിമം 1 മാക്സിമം 2 ഇയർ എടുക്കും. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ജിമ്മിൽ പോകുന്ന ഒരാളാണെങ്കിൽ എന്തായാലും ടൈം എടുക്കും. ആദ്യം വേണ്ട പേഷ്യൻസ് ആണ്. സെക്കൻഡ് വേണ്ടത് വെച്ചാൽ ആദ്യം നിങ്ങൾ ആ മെഷീൻസ് അല്ലെങ്കിൽ ആ വർക്കൗട്ടിനോടെല്ലാം ഒന്ന് സെറ്റ് ആവും. അതിനെന്തായാലും ഒരു 1 മന്ത് ടൈം എടുക്കും. ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾക്ക് ആ വർക്കൗട്ട് ചെയ്തിട്ടുള്ള പെയിനും കാര്യമെല്ലാം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ വർക്കൗട്ടും എങ്ങനെ കറക്റ്റ് നമുക്ക് കിട്ടുന്ന പോലെ ചെയ്യാം, ഓരോ വർക്കൗട്ടും ഏതെല്ലാം പാർട്സിനുള്ളത് അതെല്ലാം പഠിച്ചെടുക്കണമെങ്കിൽ തന്നെ എന്തായാലും ഒരു 1 മന്ത് 2 മന്ത് എല്ലാം ആവും. പിന്നെയാണ് നിങ്ങൾക്ക് അതാണ് പറഞ്ഞത്, ആദ്യത്തെ ഒരു 3 മാസം ചെയ്യുന്ന വർക്കൗട്ട് എങ്ങനെ പ്രോപ്പറായി ചെയ്യുക, ഓരോ വർക്കൗട്ട് എന്തെല്ലാം ചെയ്യേണ്ടത്, ഇത് പഠിച്ചെടുക്കുമ്പോൾ തന്നെ ഒരു 3 മാസമാവും. പിന്നെ നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾ ഡെയിലി ചെയ്യുന്ന വർക്കൗട്ടിൻ്റെ ആ റിസൾട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു 5 to 6 മന്ത്സ് ആകുമ്പോഴാണ്. ആദ്യം നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് വന്നെന്ന് തോന്നുന്ന പാർട്സ് എന്ന് വെച്ചാൽ നമ്മുടെ ചെസ്റ്റിൻ്റെ ആ ഒരു പോർഷനാണ്. അതേപോലെ ബൈസ്, ട്രൈസ് ഈ രണ്ടുമാണ്. ഡെവലപ്പ് ചെയ്യാൻ കുറച്ചും കൂടി നമ്മൾ, അതാണ് പറഞ്ഞത് ആദ്യം തന്നെ ക്ഷമ വേണം. ആ ഒരു പേഷ്യൻസ് കാണിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി ഡെവലപ്പിന് മാറ്റം വരാൻ തുടങ്ങുന്നത് വെച്ചാൽ ലാറ്റ്സ്, അതേപോലെ ഡെൽറ്റോയിഡ്, ഇതെല്ലാം കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ വർക്കൗട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, അതേപോലെ പ്രോപ്പറായിട്ട് ഡയറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ മസ്റ്റായിട്ട് വേണ്ട റെസ്റ്റ് ആണ്. ഈ റെസ്റ്റ് എടുക്കുമ്പോൾ അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള നൈറ്റിൽ സ്ലീപ്പ് 7 to 9, ഒരു 9 hours, മാക്സിമം പോയാൽ 9.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാൻ നോക്കണം. ഈ ഉറക്കമാണ് മസ്റ്റ്. അതിലാണ് നമ്മുടെ മസിൽ ഗ്രോത്ത് ചെയ്യുന്നതും റിക്കവറി ആവുന്നതും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ട് ഈ ബിഗിനേഴ്സ് ഈ പുഷ് പുള്ളി ലെഗ് വേണമെന്ന് പറഞ്ഞ് സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് അതിൻ്റെ ഇഷ്യൂസ് എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ ഫസ്റ്റ് തന്നെ വന്നിട്ട് ഒരു 2 വീക്ക് കഴിയുമ്പോൾ തന്നെ പുഷ് പുള്ളി ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ പുഷ് എന്ന് പറയുമ്പോൾ ചെസ്റ്റ്, ഷോൾഡർ, ട്രൈസെപ്സ് വരുന്നതാണ്. അതുപോലെ പുള്ള്, ബാക്ക്, ബൈസെപ്സ്. അപ്പോൾ ഈ ഷോൾഡറിൽ തന്നെ ഡെൽറ്റോയിഡും വരും, അതേപോലെ ഫ്രണ്ട് സൈഡ് റയർ, അതേപോലെ ട്രാപ്സും വരും. അപ്പോൾ ഈ 4 പാർട്സിലും, അതേപോലെ ചെസ്റ്റിൻ്റെതും അത് ബാക്കി ട്രൈസിൻ്റെതൊക്കെ ചെയ്യുമ്പോൾ തന്നെ കുറേ വർക്കൗട്ട് വേണ്ടി വരും. മാക്സിമം ഒരാൾക്ക് അത്രയും ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന ആളാണെങ്കിൽ, മാക്സിമം എങ്ങനെ ബിഗിനർ ആണെങ്കിൽ കൂടി മാക്സിമം ഒരു 5 to 6 വർക്കൗട്ടാണ് ഡെയിലി ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും പാർട്സ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അങ്ങനെ ബിഗിനേഴ്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു പാർട്സിന് 2 അല്ലെങ്കിൽ 3 വർക്കൗട്ടേ കിട്ടും. സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്ന ബിഗിനേഴ്സിന് അതായത് ഒരു പാർട്സിന് ഇപ്പോൾ 2-3 വർക്കൗട്ട് കൊടുക്കുന്നത് വെച്ചാൽ നമുക്ക് അത്രയും ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ ചെയ്യണം. അതായത് നമ്മൾ ചെയ്യുമ്പോൾ മസിൽ പമ്പിങ്ങും ആവണം, നമുക്കത് ഫീൽ ചെയ്യണം ആ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതായത് ചുമ്മാ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഈ ബിഗിനേഴ്സിനൊക്കെ ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ 2 വർക്കൗട്ട് അല്ലെങ്കിൽ 3 വർക്കൗട്ടിൽ അത് മസിൽ ഡെവലപ്പ്, അതായത് മസിലിന് ഫീൽ കിട്ടുന്ന പോലെ പമ്പിങ് ആയിട്ട് കുറച്ച് സ്ട്രെയിൻ ചെയ്ത് കളിക്കാന്ന് വെച്ചാൽ മെയിൻ ഉദ്ദേശിക്കുന്നത് വെയിറ്റ് ട്രെയിനിങ് ആണ്. ഇതിൽ വെയിറ്റ് ട്രെയിനിങ് എത്ര നമുക്ക് സക്സസ്ഫുള്ളായി ചെയ്യാൻ പറ്റും അത്ര നമുക്ക് ആ റിസൾട്ട് കിട്ടും. അത് ചെയ്യാൻ പറ്റാത്തടത്തോളം എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ പെർ ഡേ സിംഗിൾ പാർട്സിന് ഫോക്കസ് ചെയ്ത് കളിക്കുന്നതാണ് ബെറ്റർ. അതായത് ഒരു പാർട്സിന് തന്നെ 5 അല്ലെങ്കിൽ 6 വർക്കൗട്ടായിട്ട് കൊടുക്കാം. എന്നാലും നിങ്ങൾക്ക് അതിനൊത്തിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അതൊന്ന് സ്റ്റഡി ആയി കഴിഞ്ഞിട്ടാകുമ്പോൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാം, അതായത് പെർ ഡേ 2 വർക്കൗട്ട് വെച്ചിട്ട്. പിന്നെ എൻഡിങ്ങിലാണ് അതായത് 3 ടൈപ്പ് വരുന്നത്: ബിഗിനേഴ്സ്, ഇൻ്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ്. അഡ്വാൻസ് ലെവലിലൊക്കെ എത്തുമ്പോഴാണ് ഈ പുഷ് ഫുള്ളൊക്കെ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോമ്പൗണ്ട് എക്സസൈസ് എന്ന് വരുന്നുണ്ട്. ആ ഒരു എക്സസൈസിൽ തന്നെ ഒന്നിൽ കൂടുതൽ പാർട്സിനെ എഫക്ട് ചെയ്യും. അതായത് ബാർബലൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. എക്സാമ്പിൾ ബെഞ്ച് പ്രസ്, മിലിറ്ററി പ്രസ്, അതേപോലെ ഡെഡ് ലിഫ്റ്റ്, സ്ക്വാട്ട്, ഇതൊക്കെ നല്ല ഹെവി വെയിറ്റ് ചെയ്യുമ്പോൾ പുഷ് ഫുള്ളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതുപോലെ പെർ ഡേ 2 വർക്കൗട്ട് ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് വെയിറ്റ് ഒക്കെ ലോഡ് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് എപ്പോൾ ചെയ്യാൻ പറ്റും അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അതായത് നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യാന്നല്ലാതെ നിങ്ങൾക്ക് ആ ഒരു ചെയ്യുന്ന വർക്കൗട്ട് നിങ്ങൾക്ക് അത് എഫക്റ്റ് കറക്റ്റ് ബോഡി കിട്ടില്ല. അതൊരു സ്റ്റാർട്ടിങ് നിങ്ങൾ എപ്പോഴും സിംഗിൾ പാർട്സിന് ഫോക്കസ് ചെയ്യുന്ന പോലെ ഒരു ദിവസം ഒരു പാർട്സിന് എന്ന രീതിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ.